ബലാത്സംഗ കേസിൽ റാപ്പർ വേടന്റെ തൃശൂരിലെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി. വേടന്റെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്തു. വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഈ മാസം 18 മാറ്റിയിരുന്നു. നിതിൻ സേവ്യർ ചേരുന്നു. നിതിൻ, എന്തൊക്കെ നടപടികളിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത്? ധന്യ, റാപ്പർ വേടൻ ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ പോലീസിന്റെ വാദം കേൾക്കാനായി മാറ്റിവെച്ചതിനിടയിലാണ് ഇത്തരത്തിൽ തൃക്കാക്കര പോലീസിന്റെ നിർണായകമായ നീക്കം. ഇന്നലെ രാത്രിയാണ് തൃക്കാക്കര പോലീസ് വേടന്റെ തൃശ്ശൂരിലെ വീട്ടിൽ പരിശോധന നടത്തിയത്. ഈ പരിശോധനയിൽ വേടന്റെ പഴയ മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തുവെന്നാണ്, കസ്റ്റഡിയിലെടുത്തുവെന്നാണ് മനസ്സിലാകുന്നത്. ഒപ്പം തന്നെ മറ്റു ചില രേഖകളുമൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. നിലവിൽ വേടൻ എവിടെയാണെന്ന് പോലീസിന് അറിവില്ല. വേടനെ അത്യാവശ്യമായി കസ്റ്റഡിയിലെടുക്കേണ്ട ഒരു സാഹചര്യം, പ്രത്യേകിച്ച് മുൻകൂർ അപേക്ഷ നൽകിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വേടനെ കസ്റ്റഡിയിലെടുക്കേണ്ട സാഹചര്യമില്ല എന്നാണ് പോലീസിന്റെ തീരുമാനം. ഏതായാലും ഇന്നലെ രാത്രി ഇത്തരത്തിൽ തൃശ്ശൂരിലെ വീട്ടിൽ പരിശോധന നടത്തുകയായിരുന്നു. ഈ സമയത്ത് വീട്ടിൽ വേടൻ ഉണ്ടായിരുന്നില്ല എന്നാണ് പോലീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പരിഗണിച്ചിരുന്നു. അത് പിന്നീട് പോലീസിന്റെ വാദം കേൾക്കാനായി മാറ്റിവെച്ചിരിക്കുകയാണ്. ഏതായാലും ഈ കഴിഞ്ഞ ദിവസമാണ് യുവ ഡോക്ടർ നൽകിയ പീഡന പരാതിയിൽ റാപ്പർ വേടനെതിരെ തൃക്കാക്കര പോലീസ് കേസെടുത്തത്. 2021 മുതൽ 2023 വരെയുള്ള കാലഘട്ടത്തിൽ തന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. പല സ്ഥലങ്ങളിലും വെച്ച് കോഴിക്കോടും കൊച്ചിയിലുമൊക്കെ എത്തിച്ച് ബലാത്സംഗം ചെയ്തു എന്നാണ് ഡോക്ടറുടെ പരാതി. ഒപ്പം തന്നെ താൻ നിരവധി തവണ പണം നൽകിയിട്ടുണ്ടെന്നും സാമ്പത്തികമായി വേടനെ നിരവധി തവണ വേടനെ സഹായിച്ചിട്ടുണ്ടെന്നും അടക്കമുള്ള കാര്യങ്ങൾ, ഇതിന്റെയൊക്കെ തെളിവുകൾ, അതായത് ട്രാൻസാക്ഷന്റെയൊക്കെ അടക്കം തെളിവുകൾ ഈ പെൺകുട്ടി പരാതിക്കാരിയായ ഡോക്ടർ അത് പോലീസിന് നൽകിയിട്ടുണ്ട്. ഏതായാലും പോലീസ് നിലവിൽ നിയമോപദേശം, വേടനെ അടിയന്തരമായ സാഹചര്യത്തിൽ നേരത്തെ ഇത്തരത്തിൽ ഒരു കൈപ്പേറിയ അനുഭവങ്ങൾ പോലീസിന് അല്ലെങ്കിൽ സേനയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇത്തരത്തിൽ വേടനെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമില്ല എന്നാണ് പോലീസ് കരുതുന്നത്. പരാതിയുടെ നിജസ്ഥിതി അന്വേഷിച്ച് കോടതിയുടെ കൂടി ഒരു തീരുമാനം വന്ന ശേഷം മാത്രം, മുൻകൂർ ജാമ്യാപേക്ഷയിലുള്ള തീരുമാനം കൂടി വന്ന ശേഷം മാത്രം അറസ്റ്റ് ചെയ്താൽ മതിയെന്നൊരു തീരുമാനമാണ് പോലീസ് നിലവിലെടുത്തിട്ടുള്ളത്. ഏതായാലും ഇന്നലെ രാത്രിയാണ് വേടന്റെ തൃശ്ശൂരിലുള്ള വീട്ടിലെത്തി പോലീസ് പരിശോധന നടത്തുന്നത്. ഈ പരിശോധനയിലാണ് വേടന്റെ മൊബൈൽ ഫോണുകളടക്കം പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ധന്യ.